അതാണ് പ്രയാസമുള്ളത്. വാപ്പയും ഉമ്മയുമായി തുടരാനാ പ്രയാസമുള്ളത്. ഏതുവരെ വാപ്പിമ്മയാണെന്നറിയോ? വാപ്പയും ഉമ്മയും മരിക്കുന്നത് വരെ അല്ല, കുട്ടി മരിക്കുന്നത് വരെ വാപ്പ വാപ്പയായിരിക്കണം, ഉമ്മ ഉമ്മയായിരിക്കണം. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നുള്ള ബോധം വാപ്പി ഉമ്മി മരിക്കണവരുണ്ടായാൽ പോരാ, കുട്ടി മരിക്കുന്നത് വരെ ഉണ്ടായിരിക്കണം. അതിനല്പം പ്രയാസമുണ്ട്. വാപ്പ തല്ലും എന്നത് അഭിമാനാണ്. ശരിക്ക് ഞാൻ അങ്ങനെ ചെയ്യൂല, എൻ്റെ വാപ്പ തല്ലും. അതെന്താ ശരിക്ക്? വാപ്പ തല്ലും എന്നത് അഭിമാനത്തിന്റെ വർത്താനാണ്. തല്ലാൻ യോഗ്യതയുള്ള വാപ്പ ഉണ്ടാവണം എന്നേ ഉള്ളൂ. നോക്കിയില്ലെങ്കിൽ ആരും കേടുവരും, നമ്മളും കേടുവരും. നോക്കാൻ ഒരാൾ അത്യാവശ്യമാണ്. മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മക്കളുടെ കുഴപ്പമില്ല. ബഹുമാനിക്കപ്പെടാനുള്ള അർഹത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ ബഹുമാനിച്ചിരിക്കും. വാപ്പാന്റെയും ഉമ്മാന്റെയും അർഹതയുടെ പ്രശ്നമാണത്, കുട്ടികളെ പ്രശ്നമല്ല. എല്ലാവരും മാതാപിതാക്കളോടുള്ള കടമകൾ വേറെ പറയാറുണ്ട്. മക്കളോടുള്ള കടമ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാൽ അറിയാം എങ്ങനെയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് തന്റെ കുട്ടിയെ കുറിച്ച് പരാതി പറഞ്ഞു. ചെക്കൻ പറഞ്ഞ കേൾക്കുന്നല്ല. ഉമർ ഖത്താബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിന്റെ കുട്ടിക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ഞാൻ അവന് ജ്വാൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് പറഞ്ഞു. അന്ന് ഞാൻ നേരാവൂല പറഞ്ഞു. വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ആ പേരിട്ട പിന്നെ നേരാവൂ എന്ന് പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾ എന്താവണം എന്താവണ്ടെന്ന് തീരുമാനിക്കുന്നത്. ചെറിയ തുണി എടുത്തിട്ട്, ചെറിയ പാവാട എടുത്തുകൊണ്ട്, ചെറിയ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് അവരത്തൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികളെങ്ങനെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ ശൈത്താൻ വന്നിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്, കുട്ടികൾക്ക് ചോദ്യമില്ലല്ലോ, വലുതാവുമ്പോൾ നേരെ ഇക്കോളും. കുട്ടികൾക്ക് ചോദ്യമില്ല എന്നുള്ളത് ശരിയാണ്. മാതാപിതാക്കൾക്ക് ചോദ്യമില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധ. കുട്ടികൾക്ക് ചോദ്യമില്ല. ആ ചോദ്യം കൂടി ആരോട് ചോദിക്കും? വാപ്പാടുമ്മാരോടും ചോദിക്കും, മാപ്പാനോടും ഉമ്മാനോടും ചോദിക്കും. അതുകൊണ്ട് വകതിരിവുള്ള കുട്ടിയെ, അല്പം കുടിയിറച്ച കുട്ടിയെ ഔറത്ത് മറക്കാതെ പൊതുനിരത്തിലേക്ക് ഇറക്കിയിട്ട് ആ കുട്ടി ജീവിതത്തിൽ ആ ശൈലി തുടർന്നാൽ അത് കാരണം മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യഭിചരിച്ച പുരുഷനും വ്യഭിചരിക്കപ്പെട്ട സ്ത്രീക്കും ഒരേ ശിക്ഷയാണ്. നാളെ മഹ്ശറയില് നല്ലോണം ശ്രദ്ധിച്ചോളി. ഗുഹ്യത്തിലൂടെ ഒരു ചലമലിപ്പിച്ചുകൊണ്ട് നാളെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുന്നതാണ്. നരകത്തിൽ അവന്റെ അവളുടെ തൊട്ടടുത്തുള്ള ആൾ അവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കും, ദുർഗന്ധം കാരണം. നരകത്തിൽ അടുത്തുള്ള ആള്. ولا يزنون ومن يفعل ذلك يلقى ثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات. ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ പരാജയമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാല് ഗുഹ്യം കൊണ്ടുള്ള വ്യഭിചാരം മാത്രല്ല, നേത്ര വ്യഭിചാരത്തിനും ശിക്ഷ തന്നെയാണ്, സ്പർശന വ്യഭിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാണ്, സംസാര വ്യഭിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാകുന്നു. വ്യഭിചരിച്ചവനും വ്യഭിചരിക്കപ്പെട്ടവൾക്കും ഒരേ ശിക്ഷയാണ്. നീ ഔറത്ത് വെളിവാക്കിയിട്ട് നടക്കുമ്പോ ഒരാള് നിന്നെ നോക്കിയാൽ അവനും ശിക്ഷ തന്നെയാണ്, നോക്കപ്പെട്ട നിനക്കും ശിക്ഷ തന്നെയാണ്. അനക്കും അതന്നെ ശിക്ഷ, ഓനും അതന്നെ ശിക്ഷ, രണ്ടാൾക്കും ഒരേ ശിക്ഷയാണ്. ശിക്ഷയിൽ ആർക്കും ഇളവില്ല. ഏത് ശിക്ഷ ഇളവ് ചെയ്താലും വ്യഭിചാരത്തിന്റെ ശിക്ഷക്ക് ഇളവില്ല, അത് ഇരട്ടിയാണ്. യുളാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ.
വ്യഭിചാരിക്ക് ശിക്ഷ നാളെ ഖിയാമത്ത് നാളിൽ ഇരട്ടിയാക്കി കൊടുക്കുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നീ ഔറത്ത് കാണിച്ചാൽ നിന്നെ നോക്കുന്നവനും ശിക്ഷയുണ്ട്, നിനക്കും ശിക്ഷയുണ്ട്. എന്തിനാ വെറുതെ വ്യഭിചരിക്കുന്നത്? നമ്മൾ ഈ ദുന്യാവിലാകെ കുറഞ്ഞ കാലം നമ്മൾ മനസ്സിലാക്കിയത് ഗുഹ്യ വ്യഭിചാരം മാത്രമേ വ്യഭിചാരമുള്ളൂ എന്നാണ്. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി പന്തലിൽ സ്വന്തം മകളെ അണിയിച്ചൊരുക്കി മുടി കാണിച്ച് നിർത്തിക്കൊടുക്കുന്ന, വരുന്നവർക്കൊക്കെ സംസാരിക്കാന് അമ്മായിയുടെ മകന്റെ പേരക്കുട്ടിക്ക്, എളാപ്പാനെ കെട്ടിച്ചോടുന്ന് വരുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ കാണാൻ വേണ്ടി നേത്ര വ്യഭിചാരം ചെയ്യാൻ വേണ്ടി മുല്ലപ്പൂവും ചൂടിയിട്ട് അണിയിച്ചൊരുക്കി പന്തലിൽ നിർത്തി കൊടുക്കുന്ന വാപ്പയും ഉമ്മയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല, വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്താ അതുകൊണ്ടൊക്കെയുള്ള മേച്ചം? നമ്മൾ നന്നാകാത്തിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കുഴപ്പമാണിത്, വേറെ ആരും കുഴപ്പമില്ല. ദീൻ എന്ന് പറഞ്ഞത് പള്ളിയിൽ മാത്രമുള്ളതല്ല, അത് നമ്മുടെ വീട്ടിലും, അത് നമ്മുടെ നാട്ടിലും, അത് നമ്മുടെ യാത്രയിലും, കല്യാണത്തിലും, കാനോത്തിലും, നമ്മുടെ സൽക്കാരത്തിലും എല്ലാം നിൽക്കേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം. അത് പ്രായോഗികമാണ്, എല്ലായിടത്തും പ്രായോഗികമാണ്, എല്ലായിടത്തും ഫിറ്റാണ്. ലജ്ജയെ മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ഏക പ്രത്യയ ശാസ്ത്രമാണ് ദീനുൽ ഇസ്ലാം. ലോകത്ത് വേറെ ഒരു മതവും ഹയാ എന്നത് വിശ്വാസത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടില്ല. ലജ്ജ ഈമാന്റെ ഭാഗമായി ഇസ്ലാം ദീൻ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ, വേറെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ നിന്ന് ഹയാ എന്ന ലജ്ജ എടുത്തു പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. സോഷ്യലിസ്റ്റുകൾക്ക് അത് അറിയേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ലജ്ജ ചർച്ചാ വിഷയമല്ല. ഇത് ഈമാനുള്ളവർക്കല്ലാതെ വേറെ ആർക്കും പറഞ്ഞോട്ട് മനസ്സിലാവില്ല, കാരണം അത് ഈമാനിൽ കണക്റ്റഡ് ആണ് ലജ്ജ. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഹബീബുനാ റസൂലുള്ളാഹി. ലജ്ജ ഈമാന്റെ ഭാഗമാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാന് നിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന പുതുക്ക പെണ്ണിനേക്കാൾ ലജ്ജയുള്ളവനാണെന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ലജ്ജയായിരുന്നു നബി തങ്ങൾക്ക്. കുപ്പായം ധരിക്കാതെ നബി തങ്ങളെ ആരും കാണുമായിരുന്നില്ല. പുണ്യനബി മറക്കിരുന്നത് ആരും കണ്ടിട്ടില്ല. മലമൂത്ര വിസർജനം നടത്തുന്നത് ആരും കണ്ടിട്ടില്ല. അങ്ങനെയാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പോലും നബി തങ്ങളുടെ ഔറത്ത് കണ്ട മനുഷ്യർ ഇല്ല. കാബം പുതുക്കി പണിയുന്ന സമയത്ത് കല്ല് കൊണ്ടുപോവാൻ വേണ്ടി എല്ലാവരും വസ്ത്രം അഴിച്ചുകൊണ്ട് തരികയാക്കിയപ്പോഴും നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. നുബുവത്തിന്റെ മുമ്പ് പോലും പുണ്യനബിയുടെ ഔറത്ത് ആരും കണ്ടിട്ടില്ല. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഞാൻ നബി തങ്ങളോടൊപ്പം ദീർഘനാൾ ജീവിച്ചിട്ടും എന്റെ കാണാൻ പറ്റാത്ത ഭാഗം നബി തങ്ങളോ, നബി തങ്ങളുടെ കാണാൻ പറ്റാത്ത ഭാഗം ഞാനോ കണ്ടിട്ടില്ല. ആദാബുൽ ജിമായിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു പുതപ്പിനടിയിൽ കിടന്നുകൊണ്ടാണ് ജിമാ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയാണ്, ഒരു പുതപ്പിനടിയിലാണ് ജിമാ ചെയ്യേണ്ടതെന്ന് ആദാബുൽ ജിമായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, പൂച്ചയെ പോലും അകത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കാറുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം. പൂച്ചയെ പോലും പുറത്താക്കിയിട്ട്, അതാണ് ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എടുത്തുപോയി, അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഈമാനിൽ കണക്ട് ചെയ്ത ലജ്ജ എടുത്തുപോയിട്ടുണ്ട്. ആണുങ്ങളുടെ നിന്നും പോയി, പെണ്ണുങ്ങളുടെ നിന്നും പോയി, എല്ലാവരുടെ നിന്നും പോയി. നമ്മളെ ഏറ്റവും വലിയൊരു ശ്രമം വേണ്ടത് ലജ്ജ തിരിച്ചു കൊണ്ടുവരാനാണ്. കാരണം
ഇസ്ലാം ദീനിലല്ലാതെ വേറൊരു മതത്തിലും ഹയാ ആവശ്യമുള്ളതാണ് എന്ന ചർച്ചയില്ല. ഇലാഹിയായ മതത്തിലല്ലാതെ വേറെ എവിടെയും അത് ചർച്ചയില്ല. അതുകൊണ്ട് നമ്മളാണത് തിരിച്ചു കൊണ്ടുവരേണ്ടവർ, നമ്മളത് തിരിച്ചു കൊണ്ടുവരണം. അതൊരു വിജയത്തിന്റെ മാർഗമാണ്. ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൻ. ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവളാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൾ. അതുകൊണ്ട് ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം, ശരിക്ക് കുട്ടികളെയും പഠിപ്പിക്കണം. അപ്പോഴേ അവർക്ക് മറക്കാൻ തോന്നുള്ളൂ. കാണുന്നതിൽ ലജ്ജ വേണം, കാണാതിരിക്കുന്നതിൽ ലജ്ജ ഉണ്ടാവണ്ട. എങ്ങനെ ഇപ്പൊ കാണാതിരിക്കലേ നമുക്ക് മടി തോന്നണേ, എങ്ങനെയപ്പോ മുഖം കാണിക്കാതിരിക്കുക, അതൊരു ലജ്ജയാണ്. കാണുന്നതിൽ ലജ്ജയായിട്ട് അത് എന്ന് മാറുമോ അന്ന് നമുക്ക് വിജയം ഉണ്ടാവും. നമ്മളെ കുട്ടികൾ പഠിക്കണത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ മക്കൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഏതായാലും ഉസ്താദെ എങ്ങനെ ആയിപ്പോയി, കുട്ടികൾ നന്നാകാൻ വേണ്ടി ഒന്ന് ദ്വാരക്കൊണ്ടു എന്ന് പറഞ്ഞിട്ട് 100 റുപ്യ വയതിന് കൊടുത്തിട്ട് ആദ്യം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. 100 റുപ്യ കൊടുത്തോളി, ദ്വാരന്നോളി, അതൊക്കെ വേണ്ട തന്നെയാണ്. എന്നാഞ്ഞിപ്പോൾ അതൊക്കെ നിർത്താൻ തീരുമാനിക്കണ്ട, അതൊക്കെ വേണം. അതിൻ്റെ ഒപ്പം നമ്മളൊന്ന് നേരാവാൻ തീരുമാനിക്കുകയും വേണം. നമ്മളൊരു നേരാവാൻ തീരുമാനിക്കണം. അന്ന് നമ്മളെ ഇസ്ലാമിക് സെന്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പുടിയരച്ചതിന് ശേഷം സുബ്ഹി ഖളാ ആയത് ഓർമ്മയിലില്ല, എൻ്റെ ഉമ്മ അത്തിരി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷമുള്ള വർത്താനാണത്, വലിയ സന്തോഷമുള്ള ഒരു വർത്താനാണത്. കുട്ടികളെ സുബഹിസ്കരിപ്പിക്കുന്നത് ഉമ്മയും വാപ്പിയും തന്നെയാണ്, വേറെ ആരുമല്ല. ആദ്യം നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ കണ്ട് നമ്മളെ കുട്ടികളും തയ്യാറാവും. ഗൾഫ് നാടുകളിൽ കുറച്ചൊക്കെ ഒരു മെച്ചമുണ്ട് കേട്ടോ. നാട്ടിൽ ആ വിഷയം ഇതിലേറെ പരാജയം. ഗൾഫിൽ കുറേയൊക്കെ ഒരു മെച്ചമുണ്ട് ആ വിഷയത്തിൽ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. സുബഹിക്ക് നിൽക്കുന്ന വിഷയത്തിൽ വാരസുള്ളതുണ്ട്. നാട്ടിൽ അതെന്ന് മാത്രല്ല, നാട്ടിൽ ഇപ്പൊ എല്ലാ വക്തിനും പള്ളിയൊക്കെ പോകണം. നമ്മൾ വരെ നാട്ടിൽ പോയാൽ അതിന് ഒഴിവിട്ടുന്നില്ല. ഒഴിവിട്ടായിട്ടാണെങ്കിൽ അത് വേറെ, പക്ഷെ ഒഴിവിട്ടിയാൽ തന്നെ പോകൂലെങ്കിൽ അവൻ എന്താ കാട്ടുക? ഒഴിവിട്ടണില്ല എന്നല്ലെങ്കിൽ വേറെ പല വഴിയുണ്ട്. പക്ഷെ ഒഴിവ് കിട്ടിയാലും നമ്മൾ പോകൂലാച്ച എന്ത് ചെയ്യും? അതൊരു പ്രശ്നം തന്നെയാണല്ലോ. അതുകൊണ്ട് ഫർദ് നിസ്കാരത്തിന്റെ കാര്യത്തില്, സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യത്തില് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണുണ്ടോ അത്ര കണ്ട് നമ്മളിൽ നിന്ന് അത് നമ്മളെ കുട്ടികൾക്ക് പകർന്നു കിട്ടും. നമ്മളെന്തൊക്കെ ചെയ്യണോ അതന്നെയാണ് കുട്ടികൾ നമ്മളടുത്ത് നിന്ന് അഭ്യസിക്കുന്നത്. ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഓരോ കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഓരോ പെരുമാറ്റവും ശ്രദ്ധിക്കണം. ആദ്യഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ കഴിയൂല. പല വിഷയവും അങ്ങനെയാണ്. ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് മോനെ അത് വേണ്ട, വലത്തെ കൈ കൊണ്ട് കുടിച്ചാൽ മതി എന്ന് പറയാൻ പറ്റണം നമുക്ക്. കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം എടുക്കാൻ മാപ്പിളാര് ഭക്ഷണം കഴിക്കുന്നതും അല്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാണണം. അദബുകളിൽ വെച്ച് ഏറ്റവും വലിയ അദബ് ഭക്ഷണത്തിന്റെ അദബാണ്.